ശ്രീ ജോർജ് ജോസഫ്, ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നിപ്പോൾ ധനകാര്യമന്ത്രി പറഞ്ഞ കേരളത്തിൻ്റെ ധനസ്ഥിതി, അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഒന്നാം പിണറായി സർക്കാരിനോട് മോദി സർക്കാർ ധനപരമായി കാട്ടിയ സമീപനമേ ആയിരുന്നില്ല ഒരു തുടർ ഭരണത്തിലേക്ക് പോയപ്പോൾ. നിശ്ചിതമായി സാമ്പത്തികമായി എല്ലാ തരത്തിലും നിയന്ത്രിക്കുക, ഒരു സാമ്പത്തിക ഉപരോധത്തിൻ്റെ സ്വഭാവത്തോടു കൂടി തന്നെ പെരുമാറുന്നു. അതിനെ കണ്ടുകൊണ്ടും ബദലുകൾ ആവിഷ്കരിച്ചും അതിനെ അതിജീവിച്ചും ശക്തമായി മുന്നോട്ട് പോവുക എന്ന നിലപാടാണ് ഒരു സർക്കാർ സ്വീകരിച്ചത്. യാതൊരു സംശയം അക്കാര്യത്തിലില്ല. പക്ഷേ അതിൻ്റെ പേരിൽ കേരളത്തിൻ്റെ ഏതെങ്കിലും വികസന പ്രവർത്തനങ്ങൾ, അടിസ്ഥാന സൗകര്യ മേഖലയിൽ അടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾ സ്തംഭിച്ചു പോവുകയോ, അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ ചില കുടിശ്ശികകളൊക്കെ വന്നു, അത് അടക്കം നിയമസഭയിലടക്കം ഉറപ്പ് കൊടുത്തതായി ഇപ്പോൾ തീർത്തുകൊണ്ടിരിക്കുന്നു. അതും 3 ഗഡുക്കളാണ് ഇനി ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ ഉള്ളത്. സർക്കാർ ജീവനക്കാരുടെ DA പ്രശ്നത്തെ ബജറ്റ് അഭിമുഖീകരിച്ചിട്ടുണ്ട്. ഈ കാലയളവിലും ഈ പറഞ്ഞതുപോലെ ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോഴും ചെലവ് നിയന്ത്രിച്ച് ഈ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ റദ്ദു ചെയ്യാനോ തൽക്കാലം മരവിപ്പിക്കാനോ അല്ല സർക്കാർ മുന്നോട്ട് പോയത്. എന്നാൽ സമാനമായി തന്നെ ഉണ്ടായിട്ടുള്ള ഈ ഒരു ഗ്യാപ്പ് കേരളത്തിനകത്ത് വരുമാനം വർദ്ധിപ്പിക്കുന്ന ശ്രമം കാര്യമായി നടത്തി, അത് നല്ല പുരോഗതി കാണുകയും ചെയ്തു. പക്ഷേ അപ്പോഴാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്, ജനങ്ങൾക്കിത് വല്ലതും ഫീൽ ചെയ്യുന്നുണ്ടോ, എന്താണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് പ്രതിപക്ഷം ചോദിക്കുകയും ചെയ്യുന്നു. ഈ രണ്ട് സാഹചര്യത്തിനുമിടയിൽ താങ്കളെപ്പോലൊരു സാമ്പത്തികകാര്യ മാധ്യമ പ്രവർത്തകൻ ഈ ബജറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴത്തെ കേരളത്തെ എങ്ങനെയാവും പറഞ്ഞു വെക്കുക? ശരത്തെ, ഞാൻ ഈ ബഡ്ജറ്റിനെ ഒരു സൂക്ഷ്മതലത്തിൽ അതിൻ്റെ ഒരു മൈക്രോ ലെവലിലേക്ക് പോയി പരിശോധിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. ഇത് ഏറ്റവും വലിയൊരു സവിശേഷതയായിട്ട് ഞാൻ കാണുന്നത് ധനകാര്യ മാനേജ്മെൻറ്റിൽ വന്നിട്ടുള്ള ഒരു കൃത്യമായൊരു അച്ചടക്കപരമായിട്ടുള്ളൊരു സമീപനമാണ്. ഇവിടെ നമ്മളിതിൻ്റെ ഒരു പശ്ചാത്തലം പരിശോധിക്കേണ്ടതുണ്ട്. ആ പശ്ചാത്തലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളം ഒരു ശ്രീലങ്കയായി മാറുന്നു എന്നുള്ളൊരു വലിയൊരു ആക്ഷേപം ഉയർന്നു വരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതായത് ഒരു സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് ഒരു സ്ലോ ഡൗൺ എന്ന് വിശേഷിപ്പിക്കാവുന്ന പോലുള്ളൊരവസ്ഥയിലേക്ക് ഒരു കാലഘട്ടത്തിൽ കേരളം പോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ആത്മവിശ്വാസത്തോടെ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ആദ്യം തന്നെ ഒരു ധനകാര്യമന്ത്രി പറയുമ്പോൾ അത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതാണ് ഞാൻ പറഞ്ഞ ഈ മാക്രോ തലത്തിലുള്ള ഒരു മാനേജ്മെൻറ്റിൽ ഒരു വലിയ ഒരു നേട്ടം, ഒരു അസാമാന്യമായൊരു നേട്ടം കൈവരിക്കാൻ സംസ്ഥാനത്തെ ഈ സാമ്പത്തിക നിലയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത്. അതിൻ്റെ ഏറ്റവും പ്രകടമായിട്ടുള്ളൊരു ഉദാഹരണം നേരത്തെ ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ നികുതിയേതര വരുമാനങ്ങളിലുണ്ടായിട്ടുള്ള വർധനവ് തന്നെയാണ്. അപ്പോൾ ഈ തനത് നികുതി വരുമാനത്തിൽ ഉണ്ടായിട്ടുള്ള വർധന, ആ തനത് നികുതി വരുമാനത്തിൻ്റെ വർധന കൊണ്ടാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള എഫർട്ട് കൊണ്ടാണ് ഈ ഒരു ക്രൈസിസിനെ വലിയൊരളവോളം മാനേജ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിപ്പോൾ 17% മുകളിൽ തനത് വരുമാനം ഉയർത്താൻ കഴിഞ്ഞുവെങ്കിൽ ദേശീയ ശരാശരി അക്കാര്യത്തിൽ 12% താഴെ എന്തോ ആണ്. അപ്പോൾ അതിനേക്കാൾ വലിയ തോതിൽ ഈ തനത് വരുമാനത്തിൻ്റെ കാര്യത്തിൽ കേരളം കൈവരിച്ച നേട്ടത്തെക്കുറിച്ച് സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ പോലും പരാമർശമുണ്ട്. അതുപോലെ ഈ നേരത്തെ ഇവിടെ പറഞ്ഞ വിമർശനം പഞ്ചായത്തുകൾക്ക് വെട്ടിക്കുറച്ചു എന്നൊക്കെ പറയുമ്പോൾ ഈ പഞ്ചായത്ത് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി, പ്രാദേശിക ഗവൺമെൻറ്റുകൾ വഴി സുസ്ഥിര വികസനത്തിന് പ്രായോഗികമായ മാതൃകകൾ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുള്ള മികച്ച പ്രകടനം കേരളം കാഴ്ചവെച്ചു എന്ന് എടുത്ത് ഈ സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ പറയുകയാണ്. ആ സാമ്പത്തിക സർവേ റിപ്പോർട്ട് തയ്യാറാക്കിയത് നമുക്കറിയാം കേന്ദ്രത്തിലെ BJP സർക്കാർ തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ കേരളം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലെ എല്ലാ കാറ്റഗറിയിലും 1ാം സ്ഥാനത്തേക്ക് വരുന്നു, അല്ലെങ്കിൽ 9 മാർക്ക് മുഴുവൻ മാർക്കും വാങ്ങുന്നു എന്ന് പറയുമ്പോൾ അത് ഒരാൾ പരീക്ഷ എഴുതിയാൽ അയാൾ നന്നായിട്ട് പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ മാർക്ക് ഇടാതിരിക്കാൻ കഴിയില്ല. ആ ഒരു അവസ്ഥയിലാണ് ആ മാർക്ക് ഇടേണ്ടി വരുന്നത്. അപ്പോൾ ഈ സാമ്പത്തിക മാനേജ്മെൻ്റ് ഏറ്റവും പ്രകടമായിട്ടുള്ള വിജയത്തിൻ്റെ ഒരു തെളിവെന്ന് പറയുന്നത് നമ്മുടെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് 3.16% കൊണ്ടുവരാൻ കഴിഞ്ഞു. കേന്ദ്രത്തിൽ ഇപ്പോഴും 4.4% ആണ് ഇത് ഇപ്പോഴും നിൽക്കുന്നത്. കാരണം ഫിസ്ക്കൽ നമ്മുടെ മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരം, FRBM ആക്ട് പ്രകാരം നമ്മൾ ധനക്കമ്മി 3% താഴെയാക്കി നിർത്തണം. അത് അങ്ങനെ നിർത്തിയിട്ടുള്ള സംസ്ഥാനങ്ങൾ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ 3.16 എന്ന് പറയുന്നത് ആ 3% എന്നുള്ള പരിധിക്ക് അടുത്തേക്ക് വരികയാണ്. അപ്പോൾ അതൊരു ഒരു കാര്യമായിട്ടുള്ള നേട്ടം. അതുപോലെ തന്നെ ശരത്ത് നേരത്തെ പറഞ്ഞ ഒരു സംശയം ചോദിക്കട്ടെ, ഈ FRBM ആക്ട് കൊണ്ടുവരാൻ കഴിഞ്ഞു. കോൺഗ്രസ് ഭരണകാലത്ത് തന്നെ ധന
ധനപരമായ അച്ചടക്കം പാലിക്കണം എന്ന നിലയിൽ സംസ്ഥാനങ്ങളിൽ നിഷ്കർഷിച്ചുകൊണ്ട് കേന്ദ്രം കൊണ്ടുവന്നതല്ലേ? കോൺഗ്രസ് ഭരണകാലത്തല്ലേ? അങ്ങനെ എൻ്റെ ഒരു സംശയമാണ്. അതെ അതെ 2009 പി ചിദംബരം ധനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് ഈ FRBM ഇത് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് കേന്ദ്രത്തിനും ബാധകമാണ്. അതായത് 3% ഫിസ്ക്കൽ ഡെഫിസിറ്റിൽ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്ന ലക്ഷ്യം കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കും ഒരുപോലെ ബാധകമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അത് കേന്ദ്ര സർക്കാരിന് ഒരിക്കലും പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ പാലിക്കാൻ കഴിയാതിരുന്നതിൻ്റെ ന്യൂനതകളോ അതിൻ്റെ നെഗറ്റീവ് വശങ്ങളോ ഒന്നും നമ്മൾ എടുത്തു കാണിക്കുന്നൊന്നുമില്ല. പക്ഷേ കേരളത്തിന് ആ 3.16 എന്ന് പറയുന്ന ആ പരിധിയുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അവിടെ കണ്ടത് എന്താണ്, വളരെ ഒരു കൃതഹസ്തതയോടുകൂടി എന്ന് പറയാവുന്ന രീതിയിൽ കൃത്യമായ രീതിയിലുള്ളൊരു ധനകാര്യ മാനേജ്മെൻറ്റ് കൊണ്ടാണ് ഈ ശ്രീലങ്ക ആയി പോകുമെന്ന് പറയുന്ന കാര്യത്തെ ഈ രീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് അത് വലിയ ആത്മവിശ്വാസത്തോടുകൂടി പറയുന്നു. നമ്മൾ ആ ഒരു സ്ട്രെസ്സിൻ്റെ ഒരു ഞെരുക്കത്തിൻ്റെ ഒരു ഏറ്റവും തീക്ഷ്ണമായ ഘട്ടം നമ്മൾ കടന്നിരിക്കുന്നു. ഇനി അപ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് നമ്മൾ വരികയാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ധനകാര്യ മാനേജ്മെൻറ്റ് മെച്ചപ്പെടുത്തിയും തനത് നികുതി വരുമാനം ഉയർത്തിയും മറ്റു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് ചെലവുകൾ കൃത്യമായി തന്നെ ചുരുക്കിക്കൊണ്ടും എല്ലാം ഈ മാനേജ്മെൻറ്റ് കൈകാര്യം ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ശരത്ത് ഇവിടെ ഓരോ മേഖലയുടെയും ഓരോ കാര്യങ്ങളുടെയൊക്കെ സൂക്ഷ്മതലത്തിൽ പറഞ്ഞുവെങ്കിലും ഞാൻ ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട അനാലിസിസിൽ ഒരു എക്കണോമിക് അനാലിസിസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട് കൂടി ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ. ഇപ്പോൾ എല്ലാവരും ക്ഷേമ പെൻഷനിൽ ഒരു വർധനവ് പ്രഖ്യാപനം ഈ ബജറ്റിൽ ഉണ്ടാകും എന്ന വാർത്തകളും നിരീക്ഷണങ്ങളും ഒക്കെ വന്ന ഘട്ടത്തിൽ അത് ഉണ്ടാകാതിരുന്നത് ഇന്നത്തെ ചർച്ചയിൽ ഞങ്ങൾ ധനമന്ത്രിയോട് തന്നെ ചോദിച്ചപ്പോൾ അദ്ദേഹം വസ്തുനിഷ്ഠമായ ഒരു കാര്യം പറഞ്ഞു. ആ പെൻഷൻ്റെ കാര്യത്തിൽ ഒരു 3000 കോടിയുടെ കുടിശ്ശിക ഇപ്പോഴും നിൽക്കുന്നു. സംഗതി 3 ഗഡുവായിരിക്കും. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ശമ്പളം കഴിഞ്ഞാൽ ഏറ്റവും അധികം പണം ഇപ്പോൾ കണ്ടെത്തി കൊടുക്കേണ്ടി വരുന്നത് ഈ സാമൂഹ്യക്ഷേമ പെൻഷന് വേണ്ടിയാണ്. 62 ലക്ഷം പേർക്കാണ്. അപ്പോൾ ആ കുടിശ്ശിക കൂടി കൊടുക്കണം എന്ന് പറയുന്ന ഒരു ഫോക്കസ് ഉണ്ട്. അത് കൊടുക്കാം. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു പലതും ഇത്തവണ കൂടുതലായി തുകകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യാം എന്നിപ്പോൾ പ്രഖ്യാപിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ധനസ്ഥിതി മെച്ചപ്പെട്ടു എന്നതിൻ്റെ തെളിവാണ്. ചെയ്യാമെന്ന ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണ്. ആ ധനകാര്യ മാനേജ്മെൻറ്റിനെ കുറിച്ചാണ് താങ്കൾ സൂചിപ്പിച്ചത്.